തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങാൻ സാധ്യത. ഇന്നു മുതൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഒക്ടോബർ 14 പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. നവംബർ 2, 5 തീയതികളിലാണ് വോട്ടെടുപ്പ്. ഇന്ന് വിജ്ഞാപനം പുറത്തിറങ്ങുന്നതോടെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയവും ആരംഭിക്കും. ഈ മാസം 14 പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 15 പത്രികകൾ സൂക്ഷ്മപരിശോധന നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 17 രാവിലെ 11 മുതൽ വൈകുന്നേരം 3 വരെ അതാത് വരണാധികാരികൾക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഗ്രാമപഞ്ചായത്ത് 1000, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി 2000, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ 3000 എന്നിങ്ങനെയാണ് കെട്ടിവെക്കേണ്ട തുക. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് പകുതി തുക മതി. വോട്ടർ പട്ടികയിൽ ഓൺലൈനായി പേര് ചേർക്കാനുള്ള സമയം കഴിഞ്ഞതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നോ നാളെയോ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നവംബർ 2 തെരഞ്ഞെടുപ്പ്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ നവംബർ 5 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 86 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ 21,871 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 3500ഓളം പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇത്തവണ പൂർണ്ണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാകും ഉപയോഗിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.